ഇന്നത്തെ കാലത്ത് നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് പണമുണ്ടാക്കാനും അതുപയോഗിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ്. അത്തരത്തിൽ നമ്മളെല്ലാവരും നേടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കറൻസി നോട്ടുകൾ എങ്ങനെയാണ് ഫാക്ടറികളിൽ പ്രിന്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കറൻസി നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനിങ് ആണ്. ഇന്ത്യയിലെ നോട്ടുകൾ ഡിസൈൻ ചെയ്യുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേക ഡിസൈൻ കമ്മിറ്റിയെ രൂപീകരിക്കാറുണ്ട്. ഈ കമ്മിറ്റിയാണ് നോട്ടിന്റെ കളർ, സൈസ്, നോട്ടിലെ ചിത്രങ്ങളും അടയാളങ്ങളുമെല്ലാം തീരുമാനിക്കുന്നത്. ശേഷം ഈ ഡിസൈൻ ചെയ്ത നോട്ടിനെ ഫിനാൻസ് മിനിസ്ട്രി അപ്രൂവ് ചെയ്യലാണ് അടുത്ത ഘട്ടം. അതിനുശേഷമാണ് നോട്ടിന്റെ പ്രിന്റിംഗ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ കറൻസി പ്രിന്റിംഗ് മാനേജ് ചെയ്യുന്നത് 2 ഓർഗനൈസേഷനുകളാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന SPMCIL-ഉം RBI ഓൺ ചെയ്യുന്ന BRBNPL-ഉമാണ് ആ 2 ഓർഗനൈസേഷനുകൾ. കൂടാതെ ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ് നോട്ട് അച്ചടിക്കാറുള്ളത്. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, കർണാടകയിലെ മൈസൂർ, വെസ്റ്റ് ബംഗാളിലെ സൽബോണി എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യാറുള്ളത്. നോട്ട് പ്രിന്റ് ചെയ്യുന്ന ഫാക്ടറികളിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നോട്ട് അച്ചടിക്കാൻ ആവശ്യമായ സ്പെഷ്യൽ പേപ്പർ നിർമ്മിച്ചെടുക്കലാണ് ആദ്യത്തെ ഘട്ടം. ഇന്ത്യൻ കറൻസികൾ പേപ്പറിലാണ് അച്ചടിക്കാറുള്ളത് എന്നാകും ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. എന്നാൽ കറൻസികൾ അച്ചടിക്കുന്നത് പ്രധാനമായും പരുത്തി അഥവാ കോട്ടൺ ഉപയോഗിച്ചാണ്. പേപ്പറുകൾക്ക് ആയുസ് കുറവായതുകൊണ്ടാണ് പരുത്തി നോട്ടുകൾ നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. 75% പരുത്തിയും 25% ലിനനും മറ്റു പദാർത്ഥങ്ങളും ചേർത്താണ് നോട്ടുകൾക്കാവശ്യമായ ഷീറ്റുകൾ തയ്യാറാക്കുന്നത്. കോട്ടൺ ഒരു ജലാറ്റിൻ ലായനിയിൽ മുക്കി കൂടുതൽ ശക്തമാക്കും. നോട്ടുകൾ കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് വലിയ മെഷീൻസിന്റെ സഹായത്തോടെ കൃത്യമായ കനവും മോയ്സ്ചർ കണ്ടന്റുമുള്ള വലിയ ഷീറ്റുകൾ നിർമ്മിച്ചെടുക്കും. ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഷീറ്റിനെ വാട്ടർമാർക്ക് ചെയ്യലാണ് അടുത്ത ഘട്ടം. പേപ്പർ ഷീറ്റുകൾ നനഞ്ഞിരിക്കുന്ന സമയത്താണ് ഇതിൽ വാട്ടർമാർക്കുകൾ പതിപ്പിക്കാറുള്ളത്. നമ്മുടെ നോട്ടുകളിൽ കാണുന്ന ഗാന്ധിജിയുടെ തല പോലെയുള്ള ഭാഗങ്ങളാണ് വാട്ടർമാർക്കുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഷീറ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിർമ്മിച്ചെടുത്ത ഷീറ്റുകൾക്ക് ആവശ്യമായ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന പേപ്പർ ഷീറ്റുകൾ വലിയൊരു റീൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിനെ മദർ റീൽ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നീട് അതിനെ ആവശ്യമായ വലുപ്പത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനു മുൻപായി മാസം നിങ്ങൾക്ക് ഒരു 2000 രൂപയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ സാധ്യതയുള്ളതും സുരക്ഷിതവുമായ ഒരു നിക്ഷേപം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ അടച്ച പണം പൂർണ്ണമായും സെക്യൂർഡ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല പോലെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ മന്ത്ലി പ്രീമിയത്തിന് നിങ്ങൾക്ക് 120 ഇരട്ടി ലൈഫ് കവറും ഇതിലൂടെ ലഭിക്കും. ഡിസംബർ 16-ാം തീയതിയാണ് ഇതിലേക്ക് നിക്ഷേപം നടത്താനുള്ള അവസാന തീയതി. ബജാജ് അലയൻസ് ലൈഫ് NFOയുടെ നിഫ്റ്റി 200 മൊമെന്റം 30 ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഫണ്ടിന്റെ ബെഞ്ച്മാർക്ക് നിഫ്റ്റി 200 മൊമെന്റം 30 ഇൻഡെക്സ് ആണ്. 2024 മാർച്ച് 31 വരെ ഏകദേശം 432% സോൾവൻസി റേഷ്യോ ഉള്ള ബജാജ് അലയൻസ് ലൈഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നല്ലതുപോലെയുള്ള ഒരു കമ്പനിയാണ്. 2024 വരെ ഏകദേശം 1.23 ലക്ഷം കോടിയാണ് കമ്പനിയുടെ AUM എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് NAV വെറും 10 രൂപയുള്ള ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസരമാണ് ഡിസംബർ 16 വരെ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ലാർജ് ക്യാപ്, മിഡ് ക്യാപ് സെഗ്മെന്റ്സിലുള്ള 200 കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 30 കമ്പനികളിലായിട്ടായിരിക്കും നിക്ഷേപിക്കുക. ഇതിലൂടെ മികച്ച റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. നിഫ്റ്റി 200 മൊമെന്റം 30 NFO കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ 23.3% റിട്ടേൺസും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 29.7% റിട്ടേൺസ് നൽകിയതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2014 നിങ്ങൾ നിഫ്റ്റി 200 മൊമെന്റം 30 ഇൻഡെക്സിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ 10 വർഷം കൊണ്ടത് 8.1 ലക്ഷം രൂപയായി മാറുമായിരുന്നു. ഈ NFOയെ കുറിച്ച് വിശദമായി അറിയാനും നിക്ഷേപം തുടങ്ങാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനിയും സമയം കളയാതെ ഇന്ന് തന്നെ ചെക്ക്ഔട്ട് ചെയ്യൂ. അടുത്ത ഘട്ടത്തിലാണ് നോട്ടിൽ ഹോളോഗ്രാം ആഡ് ചെയ്യുന്നത്. യൂറോപ്യൻ കറൻസികളിൽ അത് വലിയൊരു സ്ട്രിപ്പ് പോലെയാണെങ്കിൽ
നമ്മുടെ കറൻസികളിൽ അത് ഇടവിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല വിധത്തിലുള്ള സുരക്ഷാ കാരണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ ഹോളോഗ്രാം നോട്ടുകളിൽ എങ്ങനെ കൃത്യമായി പ്രിന്റ് ചെയ്യുന്നു എന്നത് ഇന്നും സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇതിനായി ആദ്യമേ വലിയൊരു ഹോളോഗ്രാം സ്ട്രിപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഈ സ്ട്രിപ്പിനെ നോട്ടിലേക്ക് കൃത്യമായി ലേഔട്ട് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഷീറ്റിനെ വീണ്ടും കട്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളാക്കുകയും ശേഷം അതിലൊരു ഷീറ്റ് എടുത്ത് വീണ്ടും ക്വാളിറ്റി ചെക്ക് നടത്തും. ക്വാളിറ്റി എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ഷീറ്റുകളെ എല്ലാം കൃത്യമായി പാക്ക് ചെയ്ത് അടുത്ത ഘട്ടമായ കളറിങ്ങിലേക്ക് എത്തിക്കും. ഇവിടെ വെച്ചാണ് നമ്മൾ നോട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള നിറം നൽകുന്നത്. ആവശ്യമായ നിറം നോട്ടുകൾക്ക് നൽകിയാലും ക്വാളിറ്റി ചെക്കിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലോട്ട് നോട്ടുകളെ പെർമിറ്റ് ചെയ്യുകയുള്ളൂ. ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് നോട്ടുകളിൽ സിൽവർ സ്ക്രീൻ പ്രിന്റിംഗ് നടത്തുന്നത്. നമ്മുടെ നോട്ടുകളിലൊക്കെ കാണുന്ന തിളങ്ങുന്ന തരത്തിലുള്ള പ്രിന്റിംഗ് ആണിത്. അടുത്തത് നോട്ടിലെ പ്രത്യേകമായ ടെക്സ്ചർ ഒക്കെ ആഡ് ചെയ്യുന്ന ഘട്ടമാണ്. ഇതിനെ ഇൻഡഗ്ലിയോ പ്രിന്റിംഗ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ ഘട്ടത്തിലാണ് നോട്ടിലെ എഴുത്തുകൾ, സിഗ്നേച്ചർ തുടങ്ങിയവയൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. ഇതോടെ നോട്ടിന്റെ പ്രിന്റിംഗ് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതിനുശേഷം ഈ പ്രിന്റ് ചെയ്തെടുത്ത നോട്ട് ഷീറ്റിനെ കൃത്യമായി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം മുറിച്ച നോട്ടുകളെ കൃത്യമായി എണ്ണി ഓരോ ബോക്സുകളിലാക്കുന്നതും മെഷീനുകൾ തന്നെയാണ്. എങ്കിലും ഇതിനിടയിലെ ചില പ്രോസസ്സുകൾ ഇന്നും അതീവ രഹസ്യങ്ങൾ തന്നെയാണെന്നതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് യൂറോ നോട്ട്സിന്റെ പ്രിന്റിംഗ് ആണെങ്കിലും ഇന്ത്യ അടക്കം ലോകത്തിന്റെ പല രാജ്യങ്ങളും ഈ ഒരു രീതിയിൽ തന്നെയാണ് നോട്ടുകൾ അച്ചടിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ പലതരത്തിലുള്ള സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിലെ പൂർണ്ണമായ കറൻസി പ്രിന്റിംഗ് രീതി പുറത്താർക്കും അറിയില്ല. ഏതായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടായ ചോദ്യങ്ങളായിരിക്കും, എന്നാൽ പിന്നെ കുറച്ചധികം നോട്ടുകൾ പ്രിന്റ് ചെയ്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്തുകൂടെ എന്നുള്ളതും, ഒരു നോട്ടടിക്കാൻ ഇന്ത്യയിൽ എത്ര രൂപ ചെലവ് വരും എന്നുള്ളതൊക്കെ. സത്യത്തിൽ കൂടുതൽ നോട്ടുകൾ പ്രിന്റ് ചെയ്താൽ അത് വിലക്കയറ്റത്തിന് വഴിവെക്കും എന്നുള്ളതാണ് സത്യം. ആളുകളുടെ കയ്യിൽ കൂടുതൽ കറൻസി ഉണ്ടെങ്കിൽ കച്ചവടം കൂടും എന്നത് ശരിയാണെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് രൂപ എന്ന അസാധാരണ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. 2008 സിംബാബ്വേയിൽ ഇത്തരത്തിൽ ഒരുപാടധികം നോട്ട് പ്രിന്റ് ചെയ്തത് കാരണം നേരിട്ടത് 23 കോടി ശതമാനം വിലക്കയറ്റമാണെന്നറിയുമ്പോൾ ലക്കും ലഗാനുമില്ലാതെ നോട്ടടിച്ച് രാജ്യത്ത് നന്മ വരുത്തുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. അതായത് ഇന്നത്തെ വിനിമയ മൂല്യത്തിൽ $1 ഏകദേശം 84 രൂപയാണെങ്കിൽ അന്ന് സിംബാബ്വേയിൽ $1 262 കോടി സിംബാബ്വെ ഡോളറിന് തുല്യമായി മാറിയിരുന്നു. ആ രാജ്യത്തെ കറൻസിയുടെ വില കുത്തനെ താഴേക്ക് പോയി. അതായത് ചാക്ക് കണക്കിന് സിംബാബ്വെ കറൻസിയുമായി കടയിൽ പോയാലും ഒരു പാക്കറ്റ് പാൽ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായി എന്നർത്ഥം. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാനാണ് ഒരു രാജ്യം കണക്കുകൾ അടിസ്ഥാനമാക്കി മാത്രം കറൻസി പ്രിന്റിംഗ് നടത്തുന്നത്. നിങ്ങളുടെ അടുത്ത ഒരു ചോദ്യമായിരിക്കും, കറൻസി പ്രിന്റ് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരുമെന്നുള്ളത്. ഓരോ നോട്ട് അച്ചടിക്കാനും വിതരണത്തിനും വർഷം തോറും വ്യത്യസ്ത ചെലവാണ് റിസർവ് ബാങ്കിന് വരാറുള്ളത്. 10 രൂപയുടെ 1000 എണ്ണം അച്ചടിക്കാനായി 960 രൂപയാണ് റിസർവ് ബാങ്കിന്റെ ചിലവ്. അതായത് 96 പൈസ ഒരു 10 രൂപ നോട്ടടിക്കാനായി ചിലവ് വരും. 20 രൂപയുടെ 1000 നോട്ടുകൾ അച്ചടിക്കാൻ 950 രൂപയാണ് ചെലവ്. ഒരു നോട്ടിന് 95 പൈസ ചെലവ് വരുമെന്നർത്ഥം. 50 രൂപയുടെ 1000 നോട്ടുകൾ അച്ചടിച്ചിറക്കാൻ 1130 രൂപയാണ് ആവശ്യം. 10 രൂപ നോട്ടിന് 1770 രൂപയും 200 രൂപ നോട്ടിന് 2370 രൂപയും 500 രൂപ നോട്ടിന് 2290 രൂപയുമാണ് 1000 എണ്ണം അച്ചടിക്കാനുള്ള ചെലവ്. ഇതിലും വർഷങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതായാലും വീഡിയോയിൽ പറഞ്ഞ ബജാജ് അലയൻസ് ലൈഫ് NFIയുടെ കാര്യം ആരും മറക്കണ്ട. 2000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്ന ഈ NFIയുടെ അവസാന തീയതി ഡിസംബർ 16 അതായത് ഇനി വെറും 3 ദിവസം മാത്രം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യൂ.